ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സീസണിലെ ബാലൻഡിയോർ വിന്നേഴ്സ് ആരായിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗായ്സ്, ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. സീസൺ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ കൺഫേം ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ കൺഫേം ചെയ്ത് പറയാനും പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും എന്ന് പറയുന്നില്ല, മാഡ്രിഡ് ആരാധകരെല്ലാം വിനീഷ്യസ് ജൂനിയർ ആയിരിക്കും ബാലൻഡിയോർ വിന്നർ എന്ന് ഓൾമോസ്റ്റ് കൺഫേം ചെയ്തതായിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിൽ അത് റോഡ്രിക്ക് കൈമാറുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിൽ മെൻഷൻ ചെയ്ത കാര്യം ഫെയർ പ്ലേ എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ ഈ കഴിഞ്ഞ സീസണിൽ അവർ മെൻഷൻ ചെയ്തതായിട്ട് കാണപ്പെട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല വിനീഷ്യസിനേക്കാൾ കൂടെ ഡിസേർവിങ് വെറും ഫെയർ പ്ലേ മാത്രം കമ്പയർ ചെയ്തുകൊണ്ട് റോഡ്രിക്ക് കൊടുക്കുക എന്നുള്ളതിൽ എനിക്ക് ഒരു വിധത്തിലും യോജിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു സീസൺ ജസ്റ്റ് ഒരു ഞാൻ പ്രഡിക്ഷൻ മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ നിലവിലെ എല്ലാ പ്ലേയേഴ്സിൻ്റെയും ഫോം കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് 5 ലിസ്റ്റാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. 5ാം സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് എർലിംഗ് ഹാലൻഡിനെയാണ്. കഴിഞ്ഞ സീസൺ ഈ സീസൺ സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ല ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു എർലിംഗ് ഹാലൻഡിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ടോപ്പ് സ്കോറർ ആയിരുന്നു. 14 ഗോളുമായിട്ട് ഇപ്പോൾ കറൻ്റ്ലി 2ാം സ്ഥാനത്താണ് തുടർന്നു കൊണ്ടിരിക്കുന്നത്. പക്ഷേ മാൻ സിറ്റിയുടെ ആ ഒരു മാച്ചസിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ഡൗൺ ആയിട്ട് പോകുന്ന ഒരുപാട് മാച്ചസ് കാണാൻ വേണ്ടി പറ്റി. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി വെസ്റ്റ് ഹാമിൻ്റെ കൂടിയും അതിന് മുമ്പത്തെ മാച്ചസിലായാലും കംബാക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. വരുന്ന മത്സരങ്ങളിൽ പഴയ ഒരു മാൻ സിറ്റി ആയിട്ട് തിരിച്ചു വരാൻ സാധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും എർലിംഗ് ഹാലൻഡ് ടോപ്പ് 5 ലിസ്റ്റിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 4ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ജൂഡ് ബെല്ലിംഗാമിനെയാണ് 4ാം സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്യുന്നത്. സീസൺ സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ സഫർ ചെയ്യുന്നതായിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ജൂഡ് ബെല്ലിംഗാം ഓവർ പ്രഷറാണ് കാർലോ ആഞ്ചലോട്ടി. കാരണം ഒരേ സമയത്ത് ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ടും അതേ സമയത്ത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും എല്ലാ ഏരിയയിലും പ്രഷർ ചെയ്ത് പ്ലേ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ ബെല്ലിംഗാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ഓക്കെ ആയി വന്നു എന്നാണ് എനിക്ക് റീസെൻ്റ്ലി ഉള്ള മാച്ചസ് കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയത്. വരും മത്സരങ്ങളിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ടോപ്പ് 4 വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. 3ാം സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് അർജൻറ്റീനൻ ഗോൾ കീപ്പർ എമി മാർട്ടിനസിനെയാണ്. ആസ്റ്റൺ വില്ലക്ക് വേണ്ടിയായാലും അതുപോലെ അർജൻറ്റീനൻ ടീമിന് വേണ്ടിയായാലും മാക്സിമം പൊട്ടൻഷ്യലിനോട് കളിക്കുന്ന ഒരു അർജൻറ്റീനയ്ക്ക് വേണ്ടി എക്സ്ട്രാ പ്രോ മാക്സ് എന്ന് വേണം പറയാൻ. കാരണം പ്രത്യേകതരം ഒരു എനർജി കാണാൻ വേണ്ടി സാധിക്കുന്നു അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുന്ന ആ ഒരു സമയത്ത്. സോ നിലവിൽ ചാമ്പ്യൻസ് ലീഗിലായാലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ടോപ്പ് 5 ലിസ്റ്റിൽ എന്തുകൊണ്ടും അർഹത നേടാനുള്ളൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ 3ാം സ്ഥാനത്ത് എമി മാർട്ടിനസ്. 2ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ റോബർട്ട് ലെവൻഡോസ്കിയാണ് 2ാം സ്ഥാനത്ത് സെലക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഒരുപാട് ഇതിനു മുന്നേ ബാലൻഡിയോറിന് അർഹതപ്പെട്ടൊരു പ്ലെയർ ആയിരുന്നു. കോവിഡ് സമയത്തുള്ള ആ ഒരു സീസണിൽ വേറൊരു ടൈറ്റിൽ റേസിന് വേണ്ടിയിട്ട് അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലെയർ ഇല്ലാത്ത ഒരു റേഞ്ചിലേക്ക് റോബർട്ട് ലെവൻഡോസ്കി വന്നതായിരുന്നു. ആ ഒരു സീസൺ പക്ഷേ ബാലൻഡിയോർ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ഡിസിഷൻ കൊണ്ട് മാത്രം ബാലൻഡിയോർ കിട്ടാതെ പോയ ഒരു പ്ലെയറാണ് റോബർട്ട് ലെവൻഡോസ്കി. ഒരുപാട് സ്വപ്നം കണ്ട ഒരു പ്ലെയറാണ്. സോ ഈ ഒരു സീസൺ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസാണ്. കരിയറിൻ്റെ പീക്ക് ലെവലിലാണ് റോബർട്ട് ലെവൻഡോസ്കി പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ചാമ്പ്യൻസ് ലീഗിലും നല്ലൊരു പെർഫോമൻസാണ്. ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യമായാലും ക്രിയേറ്റിവിറ്റീൻ്റെ കാര്യമായാലും ഓൾ ഓവർ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ബെറ്റർ പെർഫോമൻസാണ് റോബർട്ട് ലെവൻഡോസ്കി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 2ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി. 1ാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഒരു സീസൺ വൈൽഡ് ഫയർ എന്നൊക്കെ പറയുന്ന പോലെയാണ് മുഹമ്മദ് സലാ പോയിക്കൊണ്ടിരിക്കുന്ന. അസിസ്റ്റിലായാലും അതുപോലെ ഗോൾ സ്കോറിങ്ങിലായാലും
എ ടു ഇത് എങ്ങനെ വെച്ച് ഏത് പ്ലെയറിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സീസൺ സല ഇനിയിപ്പോൾ ലിവർപൂളിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ടീം ലീഗിലായാലും ഇതിലായാലും ഒന്നാം സ്ഥാനത്താണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗും അതുപോലെ പ്രീമിയർ ലീഗും മാത്രം അവർക്ക് നേടാൻ സാധിക്കുകയാണെങ്കിൽ യാതൊരുവിധ കമ്പാരിസണും ഇല്ലാതെ അത് മുഹമ്മദ് സല കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.